കൊച്ചിയിൽ MDMAയുമായി പിടിയിലായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ റിൻസി മുന്താസ് ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിലുള്ളവർക്ക്. MDMA വാങ്ങാൻ മാത്രം റിൻസി മുന്താസ് ചിലവിട്ടത് 10 ലക്ഷത്തോളം രൂപയാണ്. ബംഗളൂരുവിൽ നിന്ന് കൊക്കൈനും എത്തിച്ചെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. ഗൂഗിൾ പേ വഴിയും ക്രിപ്റ്റോ കറൻസി വഴിയും പണമിടപാട് നടത്തിയവരിൽ ഏറെയും സിനിമാ പ്രവർത്തകരാണെന്ന് പോലീസ് വിശദമാക്കുന്നു. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകൾ പോലീസിന് നൽകി. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. റിൻസി മുന്താസിന്റെ സിനിമാ ബന്ധങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും മറ്റും റിൻസി ലഹരി എത്തിച്ചിരുന്നെന്ന വിവരം പോലീസിനുണ്ട്. ഏതൊക്കെ സിനിമാ ലൊക്കേഷനുകളിലാണ് റിൻസി ലഹരി എത്തിച്ചതെന്നും സിനിമാ മേഖലയിലെ ആരൊക്കെ റിൻസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുമാണ് പോലീസ് അന്വേഷണം. നിലവിൽ റിമാൻഡിലാണ് റിൻസി. റിൻസിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അടുത്ത ദിവസം തന്നെ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിനി റിൻസി മുന്താസ്. മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത. അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രൊമോഷനും മറ്റു പ്രചാരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നു. റിൻസിയുടെ സഹായിയായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അറസ്റ്റിലായ യാസർ അറാഫത്ത്. ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് കൈമാറുന്നതെല്ലാം യാസറായിരുന്നു. സിനിമാ PR കമ്പനിയായ ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു റിൻസി. ലഹരിക്കേസിൽ അറസ്റ്റിലായതോടെ റിൻസിയെ ഒബ്സ്ക്യൂറ തള്ളിപ്പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.